ഞാൻ പോലീസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. കഥ എഴുതിയതിൻ്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്യുകയും കൂട്ടിലങ്ങാടി പുഴ പറഞ്ഞു കൂട്ടുകാരാ വരാനെന്തു വൈകി, തൊപ്പിക്കാർ കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ, കീപ്പപ്പ് യുവർ ഗുഡ് സ്പിരിറ്റ്സ്, കവിതകൾ കലാകൗമുദിക്ക് തരണം. ഇതാണ് ആ കത്ത്. എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രൂപത്തിലുള്ള കവിതയാണ് ഞാൻ അധികം എഴുതാറ്. അതും ചിലതൊക്കെ ഗദ്യരൂപത്തിലാണ്. നഗരമേ നീ എൻ്റെ സിരകളിൽ പ്രണയമാം ലഹരി കൊണ്ടെന്നേ എഴുതിയില്ലേ. എല്ലാ പൂക്കളും കൊഴിഞ്ഞു തീരുമ്പോഴും ഒന്നേ ഒന്ന് എന്ന് ഒരു മുക്കുറ്റി തല പൊക്കുമ്പോൾ മണ്ണിലെ കാഴ്ന്നുപോയ മാവേലി ആ കിരീടമണിയുന്നു. സഹോദര കവികളായ ശ്രീമതി ലോപാമുദ്ര, ശ്രീ സത്യചന്ദ്രൻ പൊയിൽക്കാവ്, കാവ്യ ആസ്വാദകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ കവിസമ്മേളനത്തിൽ ഞാൻ ആദ്യമായിട്ടാണിപ്പോൾ വരുന്നത്. തീർച്ചയായും ഒന്നാന്തരമായി നടന്ന ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശേഷമാണ് ഈ അക്ഷരോത്സവം ഇവിടെ നടക്കുന്നത്. ഇതൊരു വലിയ ആഘോഷമാകട്ടെ. വായനയെയും എഴുത്തിനെയും പുസ്തകത്തെയും ഒക്കെ മുന്നിൽ നിർത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൃശ്യ മാധ്യമങ്ങളുടെ അതുപോലെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കളികളിൽ നിന്ന് കുറച്ചൊക്കെ വിമുക്തി നേടിക്കൊണ്ട് അക്ഷരത്തിൻ്റെ ലോകത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് കരുത്തുണ്ടാവട്ടെ. ഞാനും ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾ തന്നെ. അതിലെന്തെങ്കിലും നോക്കി നമ്മളെ വിലപ്പെട്ട സമയമൊക്കെ നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ അത് വളരെ നിയന്ത്രണം പാലിക്കുന്നുണ്ട്. എന്നിട്ട് പുസ്തകത്തിൽ തന്നെ അക്ഷരത്തിൽ തന്നെ ഉറച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒന്നാന്തരമായി അക്ഷരത്തെ സ്നേഹിക്കാം. ഈ ടെലിവിഷനൊക്കെ വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇനി ആകാശവാണിയുടെ ഒന്നും കാര്യങ്ങൾ നടപ്പ് വരില്ല എന്ന്. പക്ഷേ ആകാശവാണിക്കാർ ജനങ്ങളെ അവരോടൊപ്പം നിർത്തിക്കൊണ്ട് യാതൊരു ആപത്തുമില്ലാതെ ഒന്നാന്തരമായി പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സംപ്രേഷണങ്ങൾക്കും മീതെ പ്രക്ഷേപണം നിലനിൽക്കുകയാണ്. അതേപോലെ നമുക്ക് അക്ഷരത്തിൻ്റെ കരുത്ത് ആർജിച്ചുകൊണ്ട് മുന്നേറാം. അതുകൊണ്ട് ഇവിടുത്തെ ഈ പുസ്തകോത്സവം ഒരു ഒന്നാന്തരം അക്ഷരോത്സവമായി മാറട്ടെ. അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരവും കോഴിക്കോട് പോലെ ഒരു അക്ഷര നഗരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ 1-2 കവിതകൾ ചൊല്ലാം. ആദ്യം ചൊല്ലുന്ന കവിതയുടെ പേര് കൂട്ടിലങ്ങാടി എന്നാണ്. അത് 1986 കലാകൗമുദിയിൽ വന്നൊരു കവിതയാണ്. ഈ കവിത ചൊല്ലുന്നതിന് ഒരു കാരണം ഉണ്ട്. ഞാൻ പോലീസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. കഥ എഴുതിയതിൻ്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഞാൻ പുറത്തു നിൽക്കുമ്പോൾ ഒരുപാട് ജനങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടുകയും എല്ലാ സ്ഥലത്തും പോയി കവിത ചൊല്ലുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരികൾക്ക് തോന്നി ഇയാൾ പാഠമൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഇയാളെ പുറത്താക്കി കളയാം. അങ്ങനെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കി. വാടക കൊടുക്കുന്ന ഏതൊരാൾക്കും ക്വാർട്ടേഴ്സിൽ താമസിക്കാം, ഈ സർവീസിലാവണമെന്ന് പോലുമില്ല. ആ നിയമമൊക്കെ അറിയാം. എന്നിട്ടും ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ വഴിയാധാരമായി എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ പ്രസ്ഥാനവും ഒക്കെ ചേർന്ന് എനിക്കൊരു ചെറിയ വാടക വീട് കണ്ടുപിടിച്ചത് കൂട്ടിലങ്ങാടി എന്ന ഗ്രാമത്തിലാണ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ പോണ വഴിക്കാണ് കൂട്ടിലങ്ങാടി. പക്ഷേ ആദ്യത്തെ ദിവസം കൂട്ടിലങ്ങാടി പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ എനിക്കൊരുപാട് സങ്കടങ്ങൾ പുഴയോട് പറയാനുണ്ട്. പുഴയ്ക്കത് കേൾക്കാൻ പറ്റും. ആ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് കവിതയായി മനസ്സിൽ രൂപപ്പെടുകയാണ്. ഒരു നിവൃത്തിയുമില്ല. കുളിച്ചുകൊണ്ട് കവിത എഴുതാൻ പറ്റുകയില്ലല്ലോ. വേഗം തിരിച്ചു വന്ന് എഴുതിയ കവിതയാണ് കൂട്ടിലങ്ങാടി. ഈ കവിത വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കലാകൗമുദിയിൽ NRS ബാബു സാർ എന്ന പത്രാധിപർ പ്രസിദ്ധപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹം അന്ന് എനിക്ക് എഴുതിയ ഒരു കത്തുണ്ട്. തൊപ്പിക്കാർ കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ, തൊപ്പിക്കാർ കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ, കീപ്പപ്പ് യുവർ ഗുഡ് സ്പിരിറ്റ്സ്, കവിതകൾ കലാകൗമുദിക്ക് തരണം. ഇതാണ് ആ കത്ത്. നമ്മൾ കവിത അയച്ചാൽ ചിലപ്പോൾ ചവറ്റൂട്ടയിൽ പോയി വീഴും, ചിലപ്പോൾ അച്ചടിച്ചൊന്നും വരും. പക്ഷേ അങ്ങനെയുള്ള പത്രാധിപർ പറയുകയാണ് കവിതകൾ കലാകൗമുദിക്ക് തരണം എന്ന്. അതിനേക്കാളും വലിയ ഒരു ബഹുമതി ഇല്ല എന്ന് വിചാരിക്കുന്നു. നീട്ടി സംസാരിക്കുന്നില്ല. കൂട്ടിലങ്ങാടി എന്ന കവിതയിലേക്ക് പ്രവേശിക്കാം. കൂട്ടിലങ്ങാടി. കൂട്ടിലങ്ങാടി പുഴ പറഞ്ഞു
കൂട്ടുകാരാ വരാനെന്തു വൈകി. കൂട്ടിലങ്ങാടി പുഴ പറഞ്ഞു കൂട്ടുകാരാ വരാനെന്തു വൈകി. ഗാട്ടുകാരെ കണ്ടു കൂട്ടു മറന്നതോ കൂട്ടിൽ കുരുങ്ങി നിൻ കൂട്ടം വെടിഞ്ഞതോ. കാടും മരങ്ങളും കാവളം കിളികളും കാതോർത്തു കാതോർത്തു കാത്തിരുന്നീടവേ. കോട്ടകൾക്കുള്ളിൽ കിടങ്ങുകൾക്കുള്ളിൽ നിനവും മനസ്സിൻ നിലാവും എറിഞ്ഞുവോ. ശിലകൾ ഭേദിക്കുമിപ്പാട്ടിനാലെങ്കിലും ദുശ്ശീല വാഴ്ചയ്ക്കു തീപ്പൊള്ളലാകിലും മകനെ വരേണ്ടുന്നതിവിടെയാകുന്നു നീ ഹൃദയതാളത്തിൻ്റെ മണ്ണിൽ കുരുത്തവൻ. മകനെ വരേണ്ടുന്നതിവിടെയാകുന്നു നീ ഹൃദയതാളത്തിൻ്റെ മണ്ണിൽ കുരുത്തവൻ. നിഷ്കാസിതൻ്റെ നിശബ്ദയാമങ്ങളിൽ നിഷ്ഠുരം പൊട്ടിച്ചിരിച്ചിടാം തോക്കുകൾ. ഞാൻ നിഷ്കാസിതൻ ആയിരുന്നുവല്ലോ. നിഷ്കാസിതൻ്റെ നിശബ്ദയാമങ്ങളിൽ നിഷ്ഠുരം പൊട്ടിച്ചിരിച്ചിടാം തോക്കുകൾ. തോൽക്കുമ്പോഴൊക്കെ കുരയ്ക്കുമീ തോക്കുകൾ. വാക്കുമുട്ടുന്നവർക്കന്ത്യമാം താവളം. തോൽക്കുമ്പോഴൊക്കെ കുരയ്ക്കുമീ തോക്കുകൾ. വാക്കുമുട്ടുന്നവർക്കന്ത്യമാം താവളം. നഗരം നഖരങ്ങളാഴ്ത്തി നിന്മജ്ജയിൽ കുരുതിക്കു മുൻപുള്ള മന്ത്രം നിറയ്ക്കവേ. മരണമാല്യത്തിൻ്റെ പൂക്കളാൽ ജീവൻ്റെ വരണമാല്യം കോർത്തു നിൽക്കുന്ന ചേടികൾ ചൊടികൾ ചുവപ്പിച്ചു നിൽപ്പതും കണ്ടു നീ കഥ മനസ്സിലേറാതെ അന്തിച്ചു നിന്നുവോ. പാതിരാക്കോഴിയായി കൂകി അഹല്യതൻ പ്രാണന്റെ സാരിക്കു തീ കൊടുക്കുമ്പോഴും അധികാര വിത്തപ്രതാപങ്ങൾ സകലതും കഴുകി ശുദ്ധം മാറുവാൻ എത്തുമാശ്രയം. മകനെ വരേണ്ടുന്നതിവിടെയാകുന്നു നീ ഹൃദയതാളത്തിൻ്റെ മണ്ണിൽ കുരുത്തവൻ. നീതി തൻ ആനകൾ ചിഹ്നം വിളിക്കുന്നു. കണ്ണുപൊട്ടന്മാർ വിധിച്ച രൂപങ്ങളിൽ നഗ്ന സമ്രാട്ടിൻ്റെ വസ്ത്രാഭ വാഴ്ത്തുവാൻ ചിത്തഭ്രമത്തിൻ കലാകാരനെത്തുന്നു. കാടിൻ്റെ നോവും മനസ്സിൻ്റെ തേങ്ങലും കേൾക്കാതെ വാഴുന്നവർ കൊന്നു തിന്നവേ. നാടിൻ്റെ നാടീമിടിപ്പായി വരുന്നവർ നാടിൻ്റെ നാടീമിടിപ്പായി വരുന്നവർ നാവറ്റു വിരലറ്റ് നഷ്ടമാകുമ്പോഴും എല്ലാം വിഴുങ്ങുന്ന കാകോളവഗ്നിയിൽ വൻമാമരങ്ങൾ കരിഞ്ഞമരുമ്പോഴും ലോകനാശത്തിൻ്റെ ശില്പികൾ ജീവൻ്റെ അന്ത്യത്തുടിപ്പിനായി പന്തയം വയ്ക്കവേ. ചിക്കിത്തുവർത്തുവാൻ ആകാത്ത ചിറകുമായി കാലവനത്തിൽ കിടക്കൂ ജടായുവായി. ത്രേതായുഗത്തിൽ വരും കാലപുരുഷൻ വൃത്താന്തമെല്ലാം സ്വരൂപിച്ചു വയ്ക്കു നീ. മകനെ മറ്റാരാണു പകരുവാൻ നാളതൻ ഹൃദയതാളത്തിൻ്റെ സംഗീത നിർച്ചരി. മകനെ മറ്റാരാണു പകരുവാൻ നാളതൻ ഹൃദയതാളത്തിൻ്റെ സംഗീത നിർച്ചരി. ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഈ പിന്നീട് നടന്ന വലിയ സമരങ്ങളുടെ ഫലമായി എന്നെ ജോലിയിൽ തിരിച്ചെടുത്തു. എനിക്കിരിക്കാവുന്ന കസേരയിലൊക്കെ എത്തിയ ശേഷമാണ് പിരിഞ്ഞു പോന്നത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല. അന്ന് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന വലിയ ഒരു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തത് MT വാസുദേവൻ നായർ എന്ന വലിയ വിഖ്യാതനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോൾ അദ്ദേഹം പുരുഷൻ കടലുണ്ടിയാണ് വിളിച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു, പുരുഷ, ഞാനിതുവരെ തെരുവിൽ പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ തെരുവിൽ പ്രസംഗിക്കും, എനിക്ക് ബാബുവിനെ അറിയാം എന്ന് പറയുകയും അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയും അദ്ദേഹം ജീവിതത്തിലാകെ 3 പ്രാവശ്യമേ തെരുവിൽ പ്രസംഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം സഫ്ദർ ഹാഷ്മിയുടെ ഭാര്യ മാലശ്രീ ഹാഷ്മി വന്നപ്പോഴും പിന്നെ ആദിവാസികളുടെ സമരത്തിൽ പങ്കെടുത്തും കൊണ്ടും മാത്രം 3 പ്രാവശ്യം. ഇപ്പോൾ MT ഇല്ലാത്തൊരു കാലത്ത്, MT ഉള്ള കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്തവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹം ഇല്ലാത്തൊരു കാലത്ത്
ജീവിക്കേണ്ടി വരുന്ന ഭാഗ്യഹീനരാണ്. വേറൊരർത്ഥത്തിൽ നമ്മളെല്ലാവരും MTയെ ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ട വാസുവേട്ടനെ ഓർത്തുകൊണ്ട് ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. സമയം കിട്ടിയാൽ പിന്നീട് സമയമുണ്ടെങ്കിൽ വേറെ കവിത ചൊല്ലുകയും ചെയ്യാം. എൻ്റെ കവിത സാഗൂതം കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി, നമസ്കാരം. അടുത്തതായി ഈ വേദിയിൽ കവിത അവതരിപ്പിക്കുന്നത് ശ്രീ സത്യചന്ദ്രൻ പൊയിൽക്കാവാണ്. കവി, കഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. സാംസ്കാരിക മേഖലകളിൽ 37 വർഷത്തെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്നത്തെ കാലത്തെ അടയാളപ്പെടുത്തുന്നവയാണ്. ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത കവിതകൾ നമുക്ക് സമ്മാനിച്ച കവിയാണ് അദ്ദേഹം. ഭാഷാശ്രീ പുരസ്കാരം, പ്ലാവിലെ സമാന്തര മാസിക പുരസ്കാരം, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് പുരസ്കാരം എന്നിവ കാവ്യലോകത്തെ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളാണ്. വേനൽ, കുശുമ്പിൻ്റെ പ്രത്യയശാസ്ത്രം, ദൈവമേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചത്തിൻ്റെ 2 വിരലുകൾ, നിന്നുകൊണ്ടുള്ള മരണങ്ങൾ, ഉച്ചവെയിലിൻ്റെ കാമുകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. പ്രിയ കവിയെ സ്നേഹപൂർവ്വം ഈ കവിയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത ജ്യേഷ്ഠ സഹോദരനായ കവി ശ്രീ മണമ്പൂർ രാജൻ ബാബു സാർ, സഹോദരി ലോപമുദ്ര, എൻ്റെ കവി സുഹൃത്തായ പ്രസാദ് പകൽക്കുറി, വിജയകുമാർ എന്നീ സുഹൃത്തുക്കളെ, മറ്റ് എൻ്റെ ഈ നിമിഷം മുതൽ സുഹൃത്തുക്കളാവുന്ന ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, മണമ്പൂർ രാജൻ ബാബു സാറ് പറഞ്ഞത് തീക്ഷ്ണമായ ഒരു കാലത്തെക്കുറിച്ചാണ്. കവിത എഴുതിയാൽ നിലവിലുള്ള അന്ധതയ്ക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ, അക്ഷരം വായിച്ചാൽ എല്ലാം ഭീകരമായ പ്രതികരണം ഉണ്ടാവുന്ന ഒരു കാലം. സത്യം പറഞ്ഞാൽ ഈ നിയമസഭാ മന്ദിരം എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ഈ തിരുവനന്തപുരം പണ്ട് 10-25 വർഷം മുമ്പ് തിരുവനന്തപുരം വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പേടിയോട് കൂടിയാണ് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ നോക്കിക്കാണാറ്. കാരണം അന്ന് അധികാരത്തിൻ്റെ അങ്ങനെ ഒരു തലമുള്ളൊരു കാലമായിരുന്നു. അത് കൂടുതൽ പറയുന്നില്ല. ആ കാലങ്ങളാണ് തീക്ഷ്ണമായ കവിതയുണ്ടായത്. ഇന്ന് കവിത ഇല്ല എന്നല്ല, കവിത മാറി, കവിതയുടെ രൂപം മാറി, ഘടന മാറി. മധുസൂദനൻ നായരുടെ, ONV കുറുപ്പ് സാറിൻ്റെ, ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിൻ്റെ തിരുവനന്തപുരം എല്ലാവരെയും പരിചയമുള്ള ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രൂപത്തിലുള്ള കവിതയാണ് ഞാൻ അധികം എഴുതാറ്. അതും ചിലതൊക്കെ ഗദ്യരൂപത്തിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കവിതകൾ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. വെറുതെ എന്നാണ് കവിതയുടെ പേര്. നഗരമേ നീ എൻ്റെ സിരകളിൽ പ്രണയമാം ലഹരി കൊണ്ടെന്നേ എഴുതിയില്ലേ. നഗരമേ നീ എൻ്റെ സിരകളിൽ പ്രണയമാം ലഹരി കൊണ്ടെന്നേ എഴുതിയില്ലേ. പിരിയുകില്ലെന്നൊരു മധുരമാം വാക്കിനാൽ മറവിയിൽ പോലും കൂടെയെന്ന്. പിരിയുകില്ലെന്നൊരു മധുരമാം വാക്കിനാൽ മറവിയിൽ പോലും കൂടെയെന്ന്. നഗരമേ നീ എൻ്റെ കവിതയിൽ തൊട്ടൊരു തരളമാം സന്ധ്യയെ തന്നതില്ലേ. നഗരമേ നീ എൻ്റെ കവിതയിൽ തൊട്ടൊരു തരളമാം സന്ധ്യയെ തന്നതില്ലേ. ഒരു വരി മാത്രമായി പറയുവാൻ ജീവിതം തിരകെ നീ എത്തുവാനെത്തുമെന്ന്. നഗരമേ വെറുതെ ഞാൻ നിൽക്കുമീ വഴിയിലെ രുതിരമിന്നാരുടെ കവിതയാവാം. കാലികമായ നമ്മുടെ ഈ വർത്തമാനകാലത്തിന് സമർപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ കോഴിക്കോട് എന്ന എൻ്റെ പ്രിയപ്പെട്ട അക്ഷരനഗരത്തിന് കൂടിയാണ് ആ കവിത സമർപ്പിക്കുന്നത്. 1-2 ഗദ്യരൂപത്തിലുള്ള ചെറിയ കവിതകൾ കൂടി പാടാം. അതിലൊന്നാണ് കുമ്മായം. നിനക്കറിയില്ല എത്ര വെന്തിട്ടാണ് ഈ നിറമെന്ന്. നിനക്കറിയില്ല എത്ര വെന്തിട്ടാണ് ഈ നിറമെന്ന്. കുമ്മായം. മറ്റൊരു കവിത പട്ടങ്ങൾ എന്നൊരു കവിതയാണ്. പട്ടങ്ങൾക്ക് കുട്ടികൾ ദൈവങ്ങളാണ്. അവരില്ലെങ്കിൽ ആര് പറത്തിവിടുമായിരുന്നു ഈ കടലാസു ജന്മങ്ങളെ ഇത്രയും ഉയരത്തിൽ. അവരില്ലെങ്കിൽ
ആര് പറത്തിവിടുമായിരുന്നു ഈ കടലാസു ജന്മങ്ങളെ ഇത്രയും ഉയരത്തിൽ. അടുത്തതൊന്ന് പൂന്തോട്ടാണ്. മനുഷ്യൻ തൻ്റെ മുറ്റത്ത് പൂച്ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ദൈവത്തിന് സമാധാനമായത്. മനുഷ്യൻ തൻ്റെ മുറ്റത്ത് പൂച്ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയതോടാണ് ദൈവത്തിന് സമാധാനമായത്. മനുഷ്യൻ തൻ്റെ അലമാരയിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയതോടെയാണ് കാലത്തിന് സമാധാനമായത്. മനുഷ്യൻ തൻ്റെ അലമാരയിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയതോടെയാണ് കാലത്തിന് സമാധാനമായത്. ഇനി ഒരു കുട്ടിക്കവിത. പള്ളിക്കൂടം കാണാനായി കുഞ്ഞിപ്പൂവിന് കൊതി തോന്നി. പള്ളിക്കൂടം കാണാനായി കുഞ്ഞിപ്പൂവിന് കൊതി തോന്നി. ഉണ്ണിക്കുട്ടൻ കൂട്ടിയില്ല, ലില്ലിക്കുട്ടി മറന്നും പോയി. പള്ളിക്കൂടം കാണാനായി കുഞ്ഞിപ്പൂവിന് കൊതി തോന്നി. ഉണ്ണിക്കുട്ടൻ കൂട്ടിയില്ല, ലില്ലിക്കുട്ടി മറന്നും പോയി. പള്ളിക്കൂടം വിട്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ വന്നപ്പോൾ കുഞ്ഞിപ്പൂവ് വാടിപ്പോയി, ഉണ്ണിക്കുട്ടൻ തേങ്ങിപ്പോയി. നന്മയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമാണ് കവിത മനസ്സിലാക്കാൻ കഴിയുക, അക്ഷരങ്ങളുടെ ആർദ്രത മനസ്സിലാവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്തരം കവിതകളൊക്കെ ആ ഗണത്തിൽപ്പെടുന്നു എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അവതരിപ്പിച്ചത്. എൻ്റെ കവിതകൾ ആസ്വദിച്ച നിങ്ങൾക്കും എന്നെ ഈ അക്ഷര ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷണിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ സാരഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ കവിയരങ്ങിനെ സമ്പുഷ്ടമാക്കുന്നത് പ്രശസ്ത കവയിത്രിയായ ശ്രീമതി ലോപമുദ്രയാണ്. കവയിത്രിയും അധ്യാപികയുമാണ്. പാരമ്പര്യത്തിൻ്റെ ശക്തിയും തിളക്കവും പുതുകവിതയുടെ ഭാവുകത്വവും ഉൾക്കൊള്ളുന്ന രചനാരീതി കൊണ്ട് ശ്രദ്ധേയയായ കവയിത്രി. ആഴം, അതിരിലെ മരങ്ങൾ, ജൈവം, പ്രണയഭേദങ്ങൾ, എഴുതുന്ന പെണ്ണെ, വൈക്കോൽ പാവ തുടങ്ങിയ പ്രധാന കൃതികളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, OV വിജയൻ സ്മാരക പുരസ്കാരം, ഇടശ്ശേരി അവാർഡ്, കുഞ്ചുപിള്ള സ്മാരക അവാർഡ്, തുഞ്ചൻ സ്മാരക അവാർഡ് എന്നിവ കാവ്യപ്രതിഭയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളാണ്. പ്രിയ കവയിത്രിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1-2 ചെറിയ കവിതകൾ വായിക്കാമെന്ന് കരുതുന്നു. ആദ്യത്തെ കവിത അസുരൻ എന്നാണ്. അത് നമ്മൾ മലയാളികളാണ് മഹാബലിയുടെ പേരിൽ മഹാബലിയുടെ പ്രജകളെന്ന് വിചാരിക്കുന്ന, കള്ളവും ചതിയും ഇല്ലാത്ത, അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, മനസ്സിലെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. തോറ്റുപോയ ഒരു രാജാവിൻ്റെ, നന്മയുടെ പേരിൽ തോറ്റുപോയ ഒരാളാണ് മഹാബലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോഴും പല പേരിൽ അത്തരം പാർശ്വവൽക്കരണങ്ങളും അത്തരം ധാർമ്മികതയില്ലാത്ത വിജയങ്ങളുമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ എഴുതിയൊരു കവിതയാണ് അസുരൻ. എല്ലാ പൂക്കളും കൊഴിഞ്ഞു തീരുമ്പോഴും ഒന്നേ ഒന്ന് എന്ന് ഒരു മുക്കുറ്റി തല പൊക്കുമ്പോൾ മണ്ണിലെ കാഴ്ന്നുപോയ മാവേലി ആ കിരീടമണിയുന്നു. ചെളിയിലും വിയർപ്പിലും ഉരുവം കൊണ്ട കറുത്ത ചക്രവർത്തി, ആട്ടിത്തെളിച്ചൊഴിച്ച, വിരൽ മുറിച്ചു തടുത്ത, ചുട്ടെരിച്ചു പറത്തിയ കുറേ അധികം പേരുടെ മഹാബലി. എല്ലാ പൂക്കളും കൊഴിഞ്ഞു തീരുമ്പോഴും ഒന്നേ ഒന്ന് എന്ന് ഒരു മുക്കുറ്റി തല പൊക്കുമ്പോൾ മണ്ണിലെ കാഴ്ന്നുപോയ മാവേലി ആ കിരീടമണിയുന്നു. ചെളിയിലും വിയർപ്പിലും ഉരുവം കൊണ്ട കറുത്ത ചക്രവർത്തി, ആട്ടിത്തെളിച്ചൊഴിച്ച, വിരൽ മുറിച്ച് തടുത്ത, ചുട്ടെരിച്ചു പറത്തിയ കുറേ അധികം പേരുടെ മഹാബലി. തങ്ങളുടേതെന്ന് ഉറപ്പുള്ള കാടും മലയും ദൈവവും വാനവും പച്ചപ്പും വെള്ളവും പലർ പകുക്കുമ്പോൾ കാറ്റുപോലെ ഊരു തെണ്ടുന്ന കുറേ അധികം പേരുടെ സഭാപതി. വാക്കുകാക്കാൻ ഭൂമിയും ആകാശവും അളന്നെറിഞ്ഞ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ മഹാകവി. വാക്കുകാക്കാൻ ഭൂമിയും ആകാശവും അളന്നെറിഞ്ഞ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ മഹാകവി. 364 ദിവസവും അവരുടെ സ്വപ്നങ്ങളിൽ പുനർജനിക്കുന്നുണ്ട്
മരണം പോലെ മനുഷ്യരെ തുല്യരാക്കുന്ന അയാളുടെ ഉറച്ച നീതി, അവതാരങ്ങളെ കൃമികളാക്കുന്ന അയാളുടെ പുച്ഛച്ചിരി, അലയുന്ന അവരുടെ കാറ്റുടലിൽ നിന്ന് പാറി വീഴുന്നുണ്ട് തഴച്ചു മടങ്ങുമെന്ന് ഉറപ്പുള്ള ചില ഓണവിത്തുകൾ, കിരീടമാകുമെന്ന് ഇതൾ വിടർത്തുന്ന മഞ്ഞപ്പൂക്കൾ. അടുത്ത കവിത 2 രാജ്യങ്ങൾ ഭൂപടത്തിൽ എന്നൊരു കവിതയാണ്. 2 വിവാഹിതർ തമ്മിലുള്ള പ്രണയം. ഉഴക്ക് വെള്ളത്തിലെ ഉലകയാനം. ആൽമരത്തെ ബോൺസായി ആക്കും പോലെ ഉണങ്ങിപ്പോയ ഉള്ളറയിൽ ക്രമപ്പെടുത്തുന്ന ഒരു തുണ്ടു പച്ച. മണ്ണിൻ്റെ വിശാലതയും വിണ്ണിൻ്റെ അപാരതയും നിറഞ്ഞ സ്വപ്നത്തിൻ്റെ നാടുകാണാ പച്ച. ഇലയും ചില്ലയും ഉണ്ടെങ്കിലും പാർക്കാൻ കിളികളേയില്ലാത്ത മരത്തിൻ്റെ ആദിമശൂന്യത. എങ്കിലും ഓട്ടിൻപുറത്തെ മഴച്ചാറൽ പോലെ അവളിലേക്ക് അവൻ, അവനിലേക്ക് അവൾ പെയ്യുമ്പോൾ. എങ്കിലും ഓട്ടിൻപുറത്തെ മഴച്ചാറൽ പോലെ അവളിലേക്ക് അവൻ, അവനിലേക്ക് അവൾ പെയ്യുമ്പോൾ 4 പാടും മുളയ്ക്കുന്നു കന്നിമഴയിൽ തിരണ്ട പൊടിമണ്ണിൻ്റെ മണം. ഉള്ള് ലാവ പോലെ തിളച്ചാലും പുറത്തേക്ക് തുളുമ്പി തൂവുന്നു മഞ്ഞുപോലെ വാക്കുകൾ. അളന്നു മുറിച്ച 5-6 വാക്കിലൊളിപ്പിച്ച കഥാസരിത്സാഗരങ്ങൾ. അവളെ അവനെ കണ്ടപ്പോൾ മാത്രം ഓർമ്മ വന്ന പ്രണയഗാനങ്ങളുടെ പെരുക്കപ്പട്ടികകൾ. ലോകത്തെ മൊത്തം ഒളിച്ച് കാലത്തെ സാക്ഷിയാക്കി പൊന്മാൻ മീൻ കൊത്തുമ്പോലെ തിടുക്കപ്പെട്ടു പകർന്ന ഒറ്റ ഉമ്മയിൽ ഉയർന്നു പൊലിഞ്ഞ എത്രയോ രതിമൂർച്ഛകൾ. വിവാഹിതർ തമ്മിലുള്ള പ്രണയം. 2 അടിമരാജ്യങ്ങൾ ഭൂപടത്തിൽ അടുത്തടുത്ത് കൈകോർത്തു കിടന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കാണും പോലെ. നന്ദി. ഓരോ കവിതകളുടെ കൂടെ ചൊല്ലാമെന്ന് വിചാരിക്കുന്നു. അതിൽ ഏറ്റവും പുതിയ ഒരു ചെറിയ കവിത ചൊല്ലിയിട്ട് വേറൊരു കവിത ചൊല്ലാം. അത് ഏറ്റവും പുതിയത് കഴിഞ്ഞ ആഴ്ച കേരളകൗമുദി വാരാന്ത്യ കൗമുദിയിൽ വന്നത്. ഗുരുജനങ്ങളെ മലനിരകളെ എന്നാണ് ഈ കവിതയുടെ പേര്. ഇത് താളം ഉള്ള കവിതയല്ല, ഇത് ഗദ്യത്തിലുള്ള കവിതയാണ്. 2 തരം കവിതകളും വരും. മനസ്സിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഒരച്ഛന് ഒരമ്മയ്ക്ക് കറുത്ത മക്കളും വെളുത്ത മക്കളും ഉണ്ടാകുന്നത് പോലെ തന്നെ അവരുടെ കയ്യിലല്ല കാര്യങ്ങൾ. ചിലത് താളത്തിൽ വരും, ചിലത് ഗദ്യത്തിൽ വരും. എന്തായാലും വരുന്നത് പോലെ എഴുതിയെടുക്കാനാണ് നിയോഗം. ഇത് ഗദ്യത്തിലുള്ള കവിതയാണ്. ഗുരുജനങ്ങളെ മലനിരകളെ. ഗുരുജനങ്ങളെ മലനിരകളെ പുഴകളെ പൊറുക്കണം. ഗുരുജനങ്ങളെ മലനിരകളെ പുഴകളെ പൊറുക്കണം. ഒരു പ്രവചനവും ഞങ്ങൾ ചെവിക്കൊണ്ടില്ല, ഒരു പ്രവചനവും ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. ദുരയുടെ തിമിരക്കണ്ണുകൾ ഒന്നും കാണിച്ചു തന്നില്ല, ദുരയുടെ തിമിരക്കണ്ണുകൾ ഒന്നും കാണിച്ചു തന്നില്ല. ആർത്തിയുടെ ഗഹ്വരങ്ങൾ ഒന്നും കേൾപ്പിച്ചില്ല, ആർത്തിയുടെ ഗഹ്വരങ്ങൾ ഒന്നും കേൾപ്പിച്ചില്ല. അവിഹിത സമ്പാദ്യത്തിൻ്റെ മോഹമനസ്സുകൾക്കുള്ളിൽ മനുഷ്യനും പ്രകൃതിക്കും നേരിനും ഉണ്മയ്ക്കും ഇടമുണ്ടായില്ല. അവിഹിത സമ്പാദ്യത്തിൻ്റെ മോഹമനസ്സുകൾക്കുള്ളിൽ മനുഷ്യനും പ്രകൃതിക്കും നേരിനും ഉണ്മയ്ക്കും ഇടമുണ്ടായില്ല. എല്ലാം എടുത്തു പോയില്ലേ തിരിച്ചു കിട്ടാനാവാത്തവണ്ണം, എല്ലാം എടുത്തു പോയില്ലേ തിരിച്ചു കിട്ടാനാവാത്തവണ്ണം. അർഹതയില്ലാത്തതിനാൽ മാത്രം മാപ്പിരക്കുന്നില്ല, അർഹതയില്ലാത്തതിനാൽ മാത്രം മാപ്പിരക്കുന്നില്ല. സർവം സഹ പോലും സഹിക്കാത്ത തെറ്റുകൾ, സർവം സഹ പോലും സഹിക്കാത്ത തെറ്റുകൾ. ഈ കവിത കേൾക്കാൻ സഹോദരിമാരും കൂടി ഉള്ളതുകൊണ്ട് അവരെ കുറിച്ചുള്ളൊരു കവിതയാണിത്. ഞാൻ 5 സഹോദരിമാരുടെ ആങ്ങളെയാണ്. അതുകൊണ്ട് എനിക്ക് സഹോദരിമാർ കൂടുതൽ ഇഷ്ടം ഉണ്ട്. ഇത് പക്ഷേ ഒരു മലപ്പുറം പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കവിതയാണ്. പക്ഷേ പണം മുടക്കാൻ ആവില്ല. ഇതും ഗദ്യത്തിലുള്ള കവിതയാണ്. ചോറും കറിയും വയ്ക്കാൻ ഒരു നല്ല പാചകയന്ത്രം വേണം, പക്ഷേ പണം മുടക്കാനാവില്ല. ചോറും കറിയും വയ്ക്കാൻ ഒരു നല്ല പാചകയന്ത്രം വേണം, പക്ഷേ പണം മുടക്കാനാവില്ല. ഉടുപ്പും മുണ്ടും വൃത്തിയാക്കാൻ ഒരു അലക്കുയന്ത്രം വേണം,
പക്ഷേ പണം മുടക്കാനാവില്ല. ഉടുപ്പും മുണ്ടും വൃത്തിയാക്കാൻ ഒരു അലക്കു യന്ത്രം വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. തണുപ്പിലുറങ്ങാൻ ചൂടാറാത്ത ഒരു പുതപ്പ് വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. തണുപ്പിലുറങ്ങാൻ ചൂടാറാത്ത ഒരു പുതപ്പ് വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. വീട്ടുകാവലിന് നന്ദിയുള്ള ഒരു മൃഗം വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. വീട്ടുകാവലിന് നന്ദിയുള്ള ഒരു മൃഗം വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. കാറിൽ കൊണ്ടുപോകാൻ ഒരു അലങ്കാരപ്പാവ വേണം, പക്ഷേ പണം മുടക്കാൻ ആവില്ല. കാറിൽ കൊണ്ടുപോകാൻ ഒരു അലങ്കാരപ്പാവ വേണം, പക്ഷേ പണം മുടക്കാനാവില്ല. എത്ര പെട്ടെന്നാണ് ആഗ്രഹങ്ങളെല്ലാം ഒത്തുവന്നത്. പണം മുടക്കില്ലാതെ തന്നെ എനിക്കത് കിട്ടി. എല്ലാം നിറവേറ്റുന്ന മൾട്ടി പർപ്പസ് മെഷീൻ, ഒപ്പം ആവോളം പണവും. എത്ര പെട്ടെന്നാണ് ആഗ്രഹങ്ങളെല്ലാം ഒത്തുവന്നത്. പണം മുടക്കില്ലാതെ തന്നെ എനിക്കത് കിട്ടി. എല്ലാം നിറവേറ്റുന്ന മൾട്ടി പർപ്പസ് മെഷീൻ, ഒപ്പം ആവോളം പണവും. വർഷങ്ങൾ കഴിഞ്ഞ് പഴകുമ്പോൾ ഒഴിവാക്കാനും എളുപ്പം. അന്നു കിട്ടിയ പണം മാത്രമേ അറ്റ കൈക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരൂ. പലിശ പോലും വേണ്ട. വർഷങ്ങൾ കഴിഞ്ഞ് പഴകുമ്പോൾ ഒഴിവാക്കാനും എളുപ്പം. അന്നു കിട്ടിയ പണം മാത്രമേ അറ്റ കൈക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരൂ. പലിശ പോലും വേണ്ട. പുതിയൊരെണ്ണം കിട്ടുമ്പോൾ വീണ്ടും വരും പണം. പുതിയൊരെണ്ണം കിട്ടുമ്പോൾ വീണ്ടും വരും പണം. അതിൽ നിന്ന് ഈ പഴയ തുക കിഴിച്ചാൽ പിന്നെയും ലാഭം, ലാഭം, ലാഭം. അതിൽ നിന്ന് ഈ പഴയ തുക കിഴിച്ചാൽ പിന്നെയും ലാഭം, ലാഭം, ലാഭം. പക്ഷേ പണം മുടക്കാൻ ആവില്ല. നന്ദി. രാജൻബാബു സാറിൻ്റെ സ്ത്രീപക്ഷ കവിത ഗംഭീരമായി. ഒരു ചെറിയ കവിത. ചിലപ്പോൾ ഈ ഭൂമി മധുര നാരങ്ങയാണ്. നിങ്ങൾ ദരിദ്രനാണെങ്കിലും നിരക്ഷരനാണെങ്കിലും അപമാനിതനാണെങ്കിലും, നിങ്ങൾ ദരിദ്രനാണെങ്കിലും നിരക്ഷരനാണെങ്കിലും അപമാനിതനാണെങ്കിലും, സ്വപ്നങ്ങളുടെ അന്തിവേലിൽ ചിലപ്പോൾ ഈ ഭൂമി ഒരു മധുര നാരങ്ങയാണ്. സ്വപ്നങ്ങളുടെ അന്തിവേലിൽ ചിലപ്പോൾ ഈ ഭൂമി ഒരു മധുര നാരങ്ങയാണ്. കാരണം അനന്തകോടി മഹാരഹസ്യങ്ങൾക്കു നടുവിൽ കാലം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അനന്തകോടി മഹാരഹസ്യങ്ങൾക്കു നടുവിൽ കാലം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഒരു നക്ഷത്രമെങ്കിലും തരാതെ പ്രപഞ്ചം നിങ്ങളെ ഉറക്കാറില്ല. ഒരു പൂവെങ്കിലും തരാതെ പ്രഭാതം നിങ്ങളെ ഉണർത്താറുമില്ല. ആത്മാവിൽ നിങ്ങൾ അന്ധനല്ലെങ്കിൽ നിങ്ങൾ അത് കാണും. ചിലപ്പോൾ ഈ ഭൂമി ഒരു മധുര നാരങ്ങയാണ്. ഒന്ന് കൈയടിച്ചൂടെ? 2 ആത്മഹത്യ കവിതകൾ വായിക്കാം. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ആത്മഹത്യയെക്കുറിച്ചുള്ള കവിതകളല്ല, ജീവിതാസക്തിയുടെ കവിതകളാണെന്നാണ് തോന്നുന്നത്. അറിഞ്ഞുകൂടാ. ആത്മഹത്യയ്ക്ക് മുൻപ്. ഒടുവിൽ വാതിൽ പൂട്ടും മുൻപ് ഒന്നുകൂടി ഉറപ്പാക്കുക, ഇന്നോളം പറ്റിക്കൂടിയ ഒന്നുമില്ല അകത്തെന്ന്. ഒടുവിൽ വാതിൽ പൂട്ടും മുൻപ് ഒന്നുകൂടി ഉറപ്പാക്കുക, ഇന്നോളം പറ്റിക്കൂടിയ ഒന്നുമില്ല അകത്തെന്ന്. മടുപ്പിച്ച, വെറുപ്പിച്ച, മുഖം ചുളിച്ച ഒന്നും, ഓമനിച്ച, ഉമ്മ വച്ച, തോൽപ്പിച്ച ആരും, ധീരയും അധീരയും അടിമയും അഴിഞ്ഞാടിയുമാക്കിയ ഒരു കാലവും. മണം പിടിച്ചെത്തുവോർക്ക് അല്പനേരം അന്നമാവാൻ പ്രകടന പത്രികയുടെ 40 കൊല്ലങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ തുറന്നു വയ്ക്കുക. കടമൊക്കെ വീട്ടിത്തെളിയുക. ഉടൽ മൂടിയ മഴവിൽ പുടവകൾ ആകാശത്തിന്, കാതിലോലകൾ പൂക്കാലത്തിന്, മാലകൾ അരഞ്ഞാണം പുഴയ്ക്ക്, വളകൾ കിളിയൊച്ചയ്ക്ക്, ചെവികൾ പ്രപഞ്ചത്തിൻ്റെ അനന്തരഹസ്യങ്ങൾക്ക്, മുടികൾ കത്തിത്തീർന്ന കാടിന്, പുരികം ഇല്ലാതായ വഴിത്താരയ്ക്ക്, കണ്ണുകൾ കാമത്തിന്, മൂക്ക് മുലകൾ ഛേദിക്കപ്പെട്ട ഒരുവൾക്ക്, വയർ ഒടുങ്ങാത്ത വിശപ്പിന്, കാലിടുക്ക് നങ്കൂരമിടാത്ത ആസക്തിക്ക്, പാദങ്ങൾ
നടന്നു തീരാത്ത പ്രണയത്തിന് ഒക്കെയും വീട്ടി നിവരുക, ഉടൽ ഒന്നാകെ അഴിച്ചുവെച്ച് അനങ്കയാവുക. ഒക്കെയും വീട്ടി നിവരുക, ഉടൽ ഒന്നാകെ അഴിച്ചുവെച്ച് അനങ്കയാവുക. തൂണിലും തുരുമ്പിലും കവിത പോലെ നിറഞ്ഞുറയുക. അഴിച്ചെടുക്കുവാൻ വാതിൽ തകർത്ത് അവർ വരും മുൻപേ, ജീവിതത്തിലേക്ക് വീണ്ടും പിടിക്കപ്പെടും മുൻപേ. അടുത്തത് ഒരു ആത്മഹത്യ കവിത തന്നെയാണ്. അത് ആത്മഹത്യയുടെ ദിവസം എന്നാണ് ആ കവിതയുടെ പേര്. ആത്മഹത്യയുടെ ദിവസം. അതെ, അന്ന് നീ വീട്ടിലേക്ക് വരിക, തികച്ചും സ്വാഭാവികമായി, പണ്ട് നീ വരാറുള്ളതുപോലെ തന്നെ. ഇത്രനാൾ കാണാതെ കിരുകിരാ പിണങ്ങിയേക്കും പടിപ്പുര. മുനകൂർത്ത ചോദ്യങ്ങൾ എഴുതേക്കും മറക്കാത്ത വയസ്സി ചെമ്പകം. ചങ്ങലയിൽ മുരണ്ടേക്കും കാത്തുപോന്ന ചെങ്ങാത്തത്തിൻ്റെ കാവൽ നായ. ചിലന്തിവല പുതച്ച് ചുരുണ്ടിരിപ്പുണ്ടാവും കിണർ. വറ്റിപ്പോയ സ്നേഹം പോലെ മുറ്റത്തുണ്ടാവും കുളം. ഒന്നും കൂസാതെ പതിയെ വരിക. ചാരിയ കതക് ഒന്ന് തള്ളിയാൽ തുറക്കും. സ്വീകരണമുറിയിൽ നിൽക്കേണ്ടതില്ല. ചിതലരിച്ച നാട്യങ്ങളുടെ പാഴ്കസേരകളല്ലാതെ ഒന്നും ഉണ്ടാവില്ല അവിടെ. അടുക്കളയിലേക്ക് പോകേണ്ടതില്ല. കഴിച്ചു തീർത്ത മടുപ്പിൻ്റെ എച്ചിലല്ലാതെ ഒന്നും ഉണ്ടാവില്ല അവിടെ. കുളിമുറിയിലേക്ക് പോകേണ്ടതില്ല. കുടഞ്ഞുടുത്ത വർഷങ്ങളുടെ വിടുപ്പല്ലാതെ ഒന്നും ഉണ്ടാവില്ല അവിടെ. നേരെ കിടക്കറയിലേക്ക് വരിക. ഓർമ്മകളുടെ പിയറ്റ മടിയിൽ ഞാനുണ്ടാവും അവിടെ. കുടിച്ചു തീർത്ത കാലത്തിൻ്റെ നീലക്കുപ്പി അടുത്തുണ്ടാവും ചരിഞ്ഞ്. നേരെ കിടപ്പറയിലേക്ക് വരിക. ഓർമ്മകളുടെ പിയറ്റ മടിയിൽ ഞാനുണ്ടാവും അവിടെ. കുടിച്ചു തീർത്ത കാലത്തിൻ്റെ നീലക്കുപ്പി അടുത്തുണ്ടാവും ചരിഞ്ഞ്. ചൂടാറിയിട്ടുണ്ടാവില്ല. കവിതയെന്ന മരണക്കുറിപ്പ് എഴുതി തീർന്നിട്ടുണ്ടാവില്ല. നിലത്തു വീണ് കിടപ്പുണ്ടാവും മറന്നു വെച്ചൊരു വാക്ക്. തട്ടിയെറിഞ്ഞേക്കുക, തിരുമ്മി അടച്ചേക്കുക പാതി മിഴിഞ്ഞ വാക്കും കണ്ണും. തഴുതിട്ടു മറന്നേക്കുക നാം എന്നൊരു കാലം. നന്ദി. ബോധസംഗീതിക. പാടുന്ന താരാണ് ദേവഗാന്ധാരിയിൽ, തേടുന്ന താരാണ് ദുഃഖഗായത്രികൾ. മൂളുന്നിതാരേ വിലാപസങ്കീർത്തനം, മീളുന്ന നോവിൻ ദിനസരി ചിന്തുകൾ. പാടുവോനല്ല പ്രയാണമാം ജീവിതം, പാതയിലുപേക്ഷിച്ച പേമഷിക്കോലമോ. കേൾക്കുവാനാരുമില്ലെങ്കിലും പാടുന്ന കാടിൻ്റെ കാതരമാം ദീനനൊമ്പരം. പാടുവോനല്ല പ്രയാണമാം ജീവിതം, പാതയിലുപേക്ഷിച്ച പേമഷിക്കോലമോ. കേൾക്കുവാനാരുമില്ലെങ്കിലും പാടുന്ന കാടിൻ്റെ കാതരമാം ദീനനൊമ്പരം. ദ്യോവിൻ്റെ ധത്തിലേറേണ്ട വാനത്തിൻ്റെ വീഥിയിൽ വീണയുമായി നിൽക്കാൻ അല്ല. പ്രാണൻ്റെ ശീലുകൾ ആർദ്രമന്ദാകിനി തീരത്തു തീർത്ഥർ തിരഞ്ഞു കുഴയവേ. നീളുന്ന സ്നേഹവായ്പായി ഹിമപീയൂഷം ജീവൻ്റെ പുൽക്കൊടിത്തുമ്പിലും തഞ്ചവേ. കാതങ്ങൾ താണ്ടി വരുന്ന് അകകൽമഷം ആകെയും മായ്ക്കുന്ന ബോധസംഗീതിക. ദ്യോവിൻ്റെ തത്തിൽ ഏറേണ്ട വാനത്തിൻ്റെ വീഥിയിൽ വീണയുമായി നിൽക്കാനല്ല. പ്രാണൻ്റെ ശീലുകൾ ആർദ്രമന്ദാകിനി തീരത്തു തീർത്ഥർ തിരഞ്ഞു കുഴയവേ.
നീളുന്ന സ്നേഹവായ്പായി ഹിമപീയൂഷം ജീവൻ്റെ പുൽക്കൊടിത്തുമ്പിലും തഞ്ചവേ കാതങ്ങൾ താണ്ടി വരുന്നു അകകൽമഷം ആകെയും മായ്ക്കുന്ന ബോധസംഗീതിക. ഒടുവിൽ വെളിച്ചം വന്നപ്പോൾ എന്നൊരു കവിത. ഈ കവിതയ്ക്കൊരു പശ്ചാത്തലമുണ്ട്. മാതൃഭൂമിയാഴ്ച പതിപ്പിൽ പലപ്പോഴും കവിതകൾ വന്നിരുന്നു. NV കൃഷ്ണവാര്യരാണ് ആദ്യമായി എൻ്റെ കവിത മാതൃഭൂമിയാഴ്ച പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്, വളരെ വർഷങ്ങൾക്ക് മുൻപ്. എങ്കിലും ഓണപ്പതിപ്പിലേക്ക് എൻ്റെ കവിത ചോദിക്കില്ല. അതെൻ്റെ ഒരു വേദനയായി എൻ്റെ ഉള്ളിൽ കിടന്നു. ആരോടും പറയുന്നില്ല, ഈ വേദന ഉള്ളിലിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരുപാട് വേദനകളുണ്ടല്ലോ ഉള്ളിലിട്ട് നടക്കാൻ, അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എ സഹദേവൻ എന്ന പത്രാധിപർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, 24 ഫ്രെയിംസിലൂടെ നിങ്ങൾക്കെല്ലാം പരിചിതനായ എ സഹദേവൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നു. വേഗം ഓണപ്പതിപ്പിലേക്ക് ഒരു കവിത തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇത്രയും കാലം ചോദിച്ചില്ലല്ലോ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, അതൊരു കവിതയായി മാറുകയാണ്. ആ കാര്യമൊന്നും ഇതിനകത്തില്ല, പക്ഷെ അതാണ് നിമിത്തം. ഓരോ കവിത ഉണ്ടാകുന്നതിനും ഒരു നിമിത്തം ഉണ്ട്. ബോധപൂർവമല്ല ഒരു കവിതയും എഴുതുന്നത്. ഇന്നിപ്പോൾ ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചാൽ കവിത എഴുതാൻ പറ്റുകയില്ല. ഇന്ന് യാതൊരു കാരണവശാലും കവിത എഴുതുന്ന പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് ഈ തലച്ചോറൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് പുറത്തു വരുന്ന വാക്കുകൾ. അങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർ പറയും ഇങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ, വേറെ രീതിയിലൊക്കെ എഴുതണം, പുതിയ കാലത്ത് ഇങ്ങനെയല്ല എഴുതുകയെന്നും. അങ്ങനെയൊന്നും എഴുതാൻ പറ്റുകയില്ല. ഇത് നമ്മളല്ല എഴുതുന്നത്, വേറെ ഒരു സംഭവം ആണിത്. നമുക്കൊരു അത്ഭുതമുണ്ട്, ഇതൊരു കണ്ടുകിട്ടലാണ്. കുഞ്ഞിരാമൻ നായരോട് ചോദിച്ചു ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ഞിരാമൻ നായർ പറഞ്ഞു, ഈ കവിത എഴുതിയപ്പോൾ 2 പേർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു, ഇപ്പോൾ ഒരാൾക്കേ അറിയാവൂ. അപ്പോൾ ചോദിച്ചു അതാരാണ് ആ 2 ആൾ? ഒന്ന് ഗുരുവായൂരപ്പനും ഒന്ന് ഞാനും തന്നെ. ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോൾ ഗുരുവായൂരപ്പന് മാത്രമേ ഇതിൻ്റെ അർത്ഥം അറിയാവൂ. അത് അദ്ദേഹം പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. അങ്ങനെ ഒരു അത്ഭുതം കവിതയിൽ ഉണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു കവിതയാണ് ഈ കവിതയിൽ. ആ അത്ഭുതം ഉണ്ടെന്നല്ല പറയുന്നത്. ഒടുവിൽ വെളിച്ചം വന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞു മനസ്സിൻ നീലജാലകം നീൾമുഴി പൂട്ടി ഒച്ചയില്ല വിലയനക്കങ്ങൾ അസ്തമിച്ച വിമൂകമാം കാലം. വാതിലെല്ലാം അടഞ്ഞു മനസ്സിൻ നീലജാലകം നീൾമിഴി പൂട്ടി ഒച്ചയില്ലാതിലയനക്കങ്ങൾ അസ്തമിച്ച വിമൂകമാം കാലം. കാത്തിരുന്നു ഞാൻ എത്രയോ കാലം, ഓർത്തിരുന്നു ഞാൻ എത്ര സാകൂതം, ചോരവാരും കിനാവിൻ്റെ പൂക്കൾ തേടി നീ വരും കാത്തു. കാത്തിരുന്നു ഞാൻ എത്രയോ കാലം, ഓർത്തിരുന്നു ഞാൻ എത്ര സാകൂതം, ചോരവാരും കിനാവിൻ്റെ പൂക്കൾ തേടി നീ വരും കാത്തു. അശ്വവേഗത്തിലോടും മനസ്സിൽ വിശ്വമെങ്ങും വിടർത്തുവാൻ സ്നേഹം. ആരെടുക്കിലും ഉൽഫുല്ലമാകാൻ ആദ്യസായകം നീ തൊടുക്കേണം. അശ്വവേഗത്തിലോടും മനസ്സിൽ വിശ്വമെങ്ങും വിടർത്തുവാൻ സ്നേഹം. ആരെടുക്കിലും ഉൽഫുല്ലമാകാൻ ആദ്യസായകം നീ തൊടുക്കേണം. പാരിജാതം ചിരിച്ചില്ല പാരിൽ, താരകങ്ങൾ ഇറങ്ങി വന്നില്ല, നീരൊടുങ്ങി നിളാമുഖബിംബം നീളെ സൈകത ദുഃഖം വിരിച്ചു. പാരിജാതം ചിരിച്ചില്ല പാരിൽ, താരകങ്ങൾ ഇറങ്ങി വന്നില്ല, നീരൊടുങ്ങി നിളാമുഖബിംബം നീളെ സൈകത ദുഃഖം വിരിച്ചു. കാണുവാനില്ല കേൾക്കുവാനില്ല കാതമെത്ര കഴിഞ്ഞു ഹാ വ്യർത്ഥം, ചേലുലാവുന്ന സങ്കല്പസൗധം ധൂളി മാത്രമായി മുന്നിൽ പതിക്കെ. കാണുവാനില്ല കേൾക്കുവാനില്ല കാതമെത്ര കഴിഞ്ഞു ഹാ വ്യർത്ഥം, ചേലുലാവുന്ന സങ്കല്പസൗധം ധൂളി മാത്രമായി മുന്നിൽ പതിക്കെ. വാതിലെല്ലാം അടഞ്ഞു മനസ്സിൻ
നീലജാലകം നീൾമുഴി പൂട്ടി ഒച്ചയില്ലാതിലയനക്കങ്ങൾ അസ്തമിച്ചു വിമുഖമായി യാമം. ഇനിയൊരു ഖണ്ഡിക കഴിഞ്ഞിട്ടാണ്, കുത്തൊക്കെ ഇട്ടിട്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നൊക്കെ ചിന്തിക്കാം. ആരു വന്നൻ കഥകിൽ മുട്ടുന്നു, നേർത്തരാഗത്തിൽ ആലപിക്കുന്നു, പാഴ്ക്കിനാവിൻ കുടീരം നിറയ്ക്കാൻ പാൽക്കടൽ കന്യ വെട്ടമായി വന്നു. എത്ര ദുഃഖദം കൂരിരുൾ കാലം, എത്രമേൽ പരീക്ഷീണമെൻ ചിത്തം, എങ്കിലും വന്നു നിൽപ്പൂ വെളിച്ചം, ചെന്നു സ്വീകരിക്കട്ടെ ആത്മാവിൽ. ആരു വന്നൻ കഥകിൽ മുട്ടുന്നു, നേർത്തരാഗത്തിലാലപിക്കുന്നു, പാഴ്ക്കിനാവിൻ കുടീരം നിറയ്ക്കാൻ പാൽക്കടൽ കന്യ വെട്ടമായി വന്നു. എത്ര ദുഃഖദം കൂരിരുൾ കാലം, എത്രമേൽ പരീക്ഷീണമെൻ ചിത്തം, എങ്കിലും വന്നു നിൽപ്പൂ വെളിച്ചം, ചെന്നു സ്വീകരിക്കട്ടെ ആത്മാവിൽ, ചെന്നു സ്വീകരിക്കട്ടെ ആത്മാവിൽ. ഇത് മാതൃഭൂമി ഓണപ്പതിപ്പിന് അയക്കുകയും അത് 1998 ഓണപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും ഗദ്യത്തിലുള്ള ഒരു കവിത. തലമുറകൾ. കരിയും പുകയും നിറഞ്ഞ അടുക്കളയിലാണ് അമ്മ എന്നെ പെറ്റിട്ടത്. കരിയും പുകയും നിറഞ്ഞ അടുക്കളയിലാണ് അമ്മ എന്നെ പെറ്റിട്ടത്. കണ്ണുകലങ്ങി മൂക്ക് പിഴിഞ്ഞുള്ള അമ്മയുടെ കരി പിടിച്ച ദിനങ്ങളെ ഞാൻ വെറുത്തു. കണ്ണുകലങ്ങി മൂക്ക് പിഴിഞ്ഞുള്ള അമ്മയുടെ കരി പിടിച്ച ദിനങ്ങളെ ഞാൻ വെറുത്തു. രാത്രി അച്ഛൻ്റെ സാന്ത്വനങ്ങളിൽ പകൽക്കരി മുഴുവൻ കഴുകപ്പെട്ടിരുന്നതിനാൽ ശുഭ്ര നിർമ്മല മനസ്സോടെ പിറ്റേന്നും അടുക്കളയിൽ അമ്മ കറുത്തു. രാത്രി അച്ഛൻ്റെ സാന്ത്വനങ്ങളിൽ പകൽക്കരി മുഴുവൻ കഴുകപ്പെട്ടിരുന്നതിനാൽ ശുഭ്ര നിർമ്മല മനസ്സോടെ പിറ്റേന്നും അടുക്കളയിൽ അമ്മ കറുത്തു. ഗ്യാസ് സ്റ്റൗവും റെഫ്രിജറേറ്ററും കുക്കിംഗ് റേഞ്ചുമെല്ലാം നിരന്ന് സമ്പൽ സമൃദ്ധമായ എൻ്റെ അടുക്കള വൃത്തിഭദ്രം, ആധുനികം, അസൂയാർഹം. ഗ്യാസ് സ്റ്റൗവും റെഫ്രിജറേറ്ററും കുക്കിംഗ് റേഞ്ചുമെല്ലാം നിരന്ന് സമ്പൽ സമൃദ്ധമായ എൻ്റെ അടുക്കള വൃത്തിഭദ്രം, ആധുനികം, അസൂയാർഹം. രാത്രി മുഴുവൻ കരഞ്ഞു കലങ്ങിയ എൻ്റെ മിഴികൾ അതിനേക്കാൾ പ്രശാന്തം ശ്മശാനം പോലെ. രാത്രി മുഴുവൻ കരഞ്ഞു കലങ്ങിയ എൻ്റെ മിഴികൾ അതിനേക്കാൾ പ്രശാന്തം ശ്മശാനം പോലെ. നന്ദി. ഈ വർഷം മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എൻ്റെ ഒരു ചെറിയ കവിതയുണ്ട്. പ്രൊഫസർ വി കെ ശശിധരൻ മാഷ് അത് മധുരം മലയാളം എന്നൊരു സീഡിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രമുഖ കവികളുടെ കൂടെയാണ്. പക്ഷേ അതേ ഈണത്തിൽ പാടാൻ എനിക്ക് ആവാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ഒഴിവായതാണ്. പക്ഷേ അതിൻ്റെ വരികൾ ഞാൻ 7ാം തരത്തിലാണ് അത് ഉൾപ്പെടുത്തിയ. ഈ വർഷം മുതൽ വരികൾ ഞാൻ ആലപിക്കുക. കാരണം അത് ഭാഷയോട് ബന്ധപ്പെട്ടൊരു കവിത ആയതുകൊണ്ടാണ്. മലയാളം കാണാൻ വായു, മാമലകൾ കാണാൻ വായു, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു. മലയാളം കാണാൻ വായോ, മാമലകൾ കാണാൻ വായോ, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു. മഞ്ചുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായു, മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു. മഞ്ചുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായു, മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു. മലയാളം കാണാൻ വായു, മാമലകൾ കാണാൻ വായു, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ, ഒന്നിച്ചു നടക്കാൻ വായോ, ഒന്നല്ലോ മാനവർ നമ്മൾ. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ, ഒന്നിച്ചു നടക്കാൻ വായോ, ഒന്നല്ലോ മാനവർ നമ്മൾ. നമസ്കാരം. ഞാനൊരു ചെറിയ ഇല്ലൻ്റ് മാസിക നടത്തുന്ന ആളാണ്. ഇന്ന് എന്നാണ് അതിൻ്റെ പേര്. അത് 44-ാം വർഷത്തിൽ 500-ാം ലക്കം പ്രസിദ്ധപ്പെടുത്തി. അതുകൊണ്ട് ഈ ക്യാപ്സ്യൂൾ മാസിക നടത്തുന്ന ആൾ ഒരു ക്യാപ്സ്യൂൾ കവിത ചൊല്ലുകയല്ലേ മര്യാദ. അതുകൊണ്ട് ഒരു ക്യാപ്സ്യൂൾ കവിത. ലോക സമാധാനത്തിൽ ആമകളുടെ പങ്ക്. ലോക സമാധാനത്തിൽ
ആമകളുടെ പങ്ക്. പേടിച്ചരണ്ട ലോകസമാധാനം ഉറ്റുനോക്കുന്നത് 4 കണ്ണുകളിലാണ്. പേടിച്ചരണ്ട ലോകസമാധാനം ഉറ്റുനോക്കുന്നത് 4 കണ്ണുകളിലാണ്. അവ 2 ആമകളുടെ ഒസാമയുടെ ഒബാമയുടെ. നന്ദി. ഈ കവിത തീരെ ഈണത്തിൽ ചൊല്ലാൻ അറിയില്ല, എല്ലാം ഗദ്യ കവിതകളാണ് വായിച്ചത്. ഇത് വൃത്തത്തിലുള്ള ഒരു കവിതയാണ്, വെറുതെ വായിക്കാം, ചൊല്ലുകയല്ല. മഷിയായി ഇഴഞ്ഞ് എന്നാണ് കവിതയുടെ പേര്. ഓർമ്മ തൻ വേലി മൈലാഞ്ചി മുള്ളിൽ പെട്ടുപോയ പെൺപാമ്പൻ്റെ ഉള്ളിൽ മാത്രതോറും പിടയുന്നു പ്രേമം കാത്തിരിക്കും പുനത്തിലെത്താനായി. ദൂരെയല്ലവൻ വട്ടം ചുരുണ്ടു കാത്തിരിക്കുന്ന മാളം, കുളത്തിൻ വക്കിലായി കൈത പൂക്കുന്നിരുട്ടിൻ ചാലിലാണതിനാദ്യത്തെ വാടം. ചാരമാണുടൽ മിന്നലിന്നേർത്ത വേരുപോലെ പുളയുന്നു നാവ്, പുഷ്യരാഗങ്ങൾ പൂക്കുന്ന മൂർച്ച ചിന്നി നിൽക്കുന്നു കൺകളിൽ ഗൂഢം. എന്നെയോർത്തുന്നി നിൽക്കുന്ന വാക്കായി മിന്നിടുന്നു മാണിക്യം ശിരസിൽ. പുത്തനാം ലിപി വാക്കുകൾ ഭാഷ മുഗ്ധബിംബങ്ങൾ തന്നിധിപ്പെട്ടി. എത്തണം തൊട്ടടുത്തെന്നു നിത്യം ഉൾത്തടം തിര തല്ലും കടലിൻ. ഒച്ചയോടേറ്റു നേർക്കുന്നു ചുറ്റും ഞാൻ വരഞ്ഞിട്ട ലക്ഷ്മണരേഖ. വേണ്ട എന്നു വിലക്കുവാൻ കാട്ടുപൊന്തയിൽ കൂർത്ത കൺമുനയുണ്ട്. കാവലുണ്ട്, കുറുവടിയുണ്ട്, 100 വീണ്ടു വിചാരങ്ങളുണ്ട്. രാത്രിയാണ്, നനുത്ത മഞ്ഞുണ്ട്, നേർത്ത കാറ്റിൻ ചിറകടിയുണ്ട്. കാത്തവൻ ഇരിപ്പുണ്ടെന്നൊരൊറ്റ തോന്നൽ നീർത്തും നിലാവഴിയുണ്ട്. ഓർമ്മ തൻ മുള്ളിൽ നിന്നൂർന്ന് താഴെ വീണുപോയ പടത്തെ വെടിഞ്ഞ്. ഓർമ്മ തൻ മുള്ളിൽ നിന്നൂർന്ന് താഴെ വീണുപോയ പടത്തെ വെടിഞ്ഞ്. നീലനീറും മഷിയായിഴഞ്ഞ് പൂകിടും ഞാൻ അവൻ്റെ മൺപേന. നന്ദി.